പ്രത്യേകിച്ച് ബിസിനസ് ബാക്ക്ഗ്രൗണ്ടോ റെക്കമെൻഡേഷനോ ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ മീറ്റ് ചെയ്ത ഓഫീസർമാരാരും ഞങ്ങളെ സഹായിക്കാതിരുന്നിട്ടില്ല. സ്പൈസസ് ബോർഡ് സൗത്ത് ഇന്ത്യയിൽ സംഘടിപ്പിച്ച ട്രെയിനിങ് കോഴ്സ് മൈസൂരിൽ നടന്നപ്പോൾ കേരളത്തിൽ നിന്ന് കോഴ്സ് അറ്റൻഡ് ചെയ്തത് ഞങ്ങൾ രണ്ടുപേരായിരുന്നു. 2 മാസത്തെ ട്രെയിനിങ്ങിന് ശേഷം എല്ലാവരും സർട്ടിഫിക്കറ്റ് വാങ്ങി തിരികെ പോയപ്പോൾ അതിലും വലുതായിട്ടൊരു കാര്യം നേടിയിട്ടായിരുന്നു ഞങ്ങളുടെ മടക്കം. എല്ലാവരും ട്രെയിനറെ മാത്രം ശ്രദ്ധിച്ചപ്പോൾ തമിഴും കന്നഡയും മാത്രം സംസാരിക്കുന്ന, പ്രോസസ്സിംഗ് മെഷീൻസ് ക്ലീൻ ചെയ്യുകയും വെസൽസ് കഴുകുകയും ചെയ്യുന്ന പ്രായമായ ഒരു മനുഷ്യനിലേക്കാണ് ഞങ്ങളുടെ ശ്രദ്ധ പോയത്. മറ്റുള്ളവരാരും മൈൻഡ് ചെയ്യാതിരുന്ന ആ വ്യക്തിയോട് സമയം കിട്ടുമ്പോഴെല്ലാം അറിയാവുന്ന തമിഴിൽ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അദ്ദേഹത്തെ കണ്ടതാണ് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ്. എക്സ്പീരിയൻസ് കൊണ്ട് ഒരുപാട് ഉയരത്തിലായിരുന്നാലും റിസർച്ച് സെന്ററിലെ ഒരു ചെറിയ പോസ്റ്റിലിരുന്ന അദ്ദേഹം അവിടുത്തെ ലാബിൽ നമ്മുടെ മാമലക്കണ്ടത്തെ സ്പൈസസ് ഒരു യൂണിക് പ്രോഡക്റ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തന്നു. നമ്മുടെ ആഗ്രഹം അത്ര തീവ്രമാണെങ്കിൽ ലോകം മുഴുവൻ കൂടെ നിൽക്കും എന്നുള്ള പൗലോ കൊയ്ലോയുടെ വാക്കുകൾ എത്ര ശരിയാണെന്ന് തോന്നിപ്പിച്ച നിമിഷമായിരുന്നു അത്. ഒരു കമ്പനിക്ക് വേണ്ട എല്ലാ പേപ്പർ വർക്കുകളും ഫിനിഷ് ചെയ്ത ഞങ്ങൾക്ക് പല അബദ്ധങ്ങളും മിസ്റ്റേക്കുകളും സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ ഇനി ചെയ്യുന്ന പേപ്പർ വർക്കുകളുടെ ഡീറ്റെയിൽ വീഡിയോസ് പ്രയോജനപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു.